പഠനമുറി പദ്ധതിയിൽ അർഹതയുള്ള പണം ഉദ്യോഗസ്ഥർ നിഷേധിക്കുന്നതായി പരാതി. പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർക്ക് ഓട്ടോറിക്ഷ കൂലി നൽകാത്തതിനാലാണ് ഗുണഭോക്താവിന് പണം നിഷേധിച്ചത്. പാലക്കാട് പല്ലാവൂർ സ്വദേശി സുഭാഷാണ് പരാതിക്കാരൻ. നെന്മാറ ബ്ലോക്ക് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരാണ് ഇങ്ങനെ പരിശോധനയ്ക്ക് എത്തിയത്. ഇവർക്ക് ഓട്ടോ കൂലി നൽകിയില്ല എന്ന് ആരോപിച്ച് ഗുണഭോക്താവിനുള്ള അർഹതയുള്ള പണവും നിഷേധിച്ചിരിക്കുന്നത്. 400 രൂപ കൂലിയും കഴിഞ്ഞ് ഈ ഓട്ടോ വാടക കൊടുക്കാൻ ഞാൻ ബ്ലോക്കിൽ പോകണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് ഫീസ് ഇതില്ല, ചാർജ് ഇല്ല പറഞ്ഞിട്ട് മേഡം എന്നെ എന്തൊക്കെ പറയും. അതൊന്നും നിങ്ങൾ ആലോചിക്കണം. ഞാൻ പറയട്ടെ, സാധാരണക്കാരനെ പോലെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ, അവർ ഇത്ര വലിയ പോസ്റ്റിലിരിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അങ്ങനെ പറയുമ്പോ അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഞാൻ പഞ്ചായത്തിക്ക് വിളിച്ചു പറഞ്ഞാണ്, അറിയോ, ഇങ്ങനെ കാണിച്ചു പറഞ്ഞാണ്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞാണ് ശരി ഒരൊറ്റ സാധനം ചെയ്തു കൊടുക്കേണ്ടി ഇനിന്ന്, അറിയോ, ഓട്ടോ വരെ പോയിട്ട് തിരിച്ചയച്ചു ചേച്ചി പ്രസിഡന്റിന്റെ അടുത്ത് പറഞ്ഞാണ്, തിരിച്ചയച്ചു, പൈസ പോലും തന്നില്ല. എന്നെ മേഡം ഇനി പറയാത്ത വാക്കില്ല. എവിടെ ആലോചിച്ചിട്ട് അശ്വതി ഈ ഗുണഭോക്താക്കളെ വിളിക്കണം ചോദിച്ചിട്ട് എന്നെ പറഞ്ഞതാണെന്ന് മനസ്സിലായി. അതോ എന്റെ കഷ്ടകാലത്തിന് നിങ്ങളുടെ വീട്ടിലേക്ക് മാത്രമായിരുന്നു അന്ന് ഓട്ടം. അരുണാലത്തൂർ കൂടി ചേരുകയാണ്. അരുൺ, നമ്മളിപ്പോൾ കേട്ടത് ഈ ഓട്ടോറിക്ഷ കൂലി ആവശ്യപ്പെടുന്നതിന്റെ ശബ്ദമാണ്, ഓഡിയോ സന്ദേശമാണ്. എന്താണ് ശരിക്കും ഉണ്ടായത്? ആണ് ഇത്തരമൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഈ സുഭാഷിന് പഠനമുറി പദ്ധതിയിൽ ആദ്യ ഗഡു അനുവദിച്ചിരുന്നു. തുടർന്ന് രണ്ടാം ഗഡു നൽകുന്നതിന് വേണ്ടി നെന്മാറ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അവിടെ പരിശോധനയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തി. ഈ സമയത്ത് ഓട്ടോറിക്ഷയിൽ വന്നാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി തിരിച്ച് മടങ്ങിയത്. ഈ സമയത്ത് ഓട്ടോ കൂലിയോ മറ്റോ ഒന്നും ഈ ഗുണഭോക്താവ് നൽകിയിരുന്നില്ല. ഇതോടുകൂടെ ഈ ഉദ്യോഗസ്ഥർ ഓട്ടോ കൂലി നൽകിയില്ല. അതായത് ഈ പഠനമുറിയുടെ രണ്ടാം ഗഡുവിന്റെ തുക അനുവദിക്കുന്നതിന് സുഭാഷിന്റെ വീട്ടിലേക്ക് നിർബന്ധമായ കാര്യമല്ലല്ലോ അരുൺ. ഈ ഓട്ടോറിക്ഷ കൂലി നൽകണം അല്ലെങ്കിൽ കൊടുക്കണം, കൊടുത്തേ കഴിയൂ എന്നത് നിർബന്ധമായിരുന്നില്ലല്ലോ. ഇത് സ്വാഭാവികമായി പരിശോധനയ്ക്ക് എത്തേണ്ടത് ഇവരുടെ ഡ്യൂട്ടി തന്നെയായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരിശോധനകൾ നടത്തുക എന്നുള്ളത് അവരുടെ ചുമതലയിൽപ്പെട്ട കാര്യമാണ്. അതിൽ ഓട്ടോറിക്ഷ കൂലി ഗുണഭോക്താവ് കൊടുക്കണമെന്ന് എവിടെയും പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്നിരിക്കെയാണ് ഇത്തരത്തിൽ ഓട്ടോറിക്ഷ കൂലി ആവശ്യപ്പെടുന്നതും അത് നൽകിയില്ല എന്ന പേരിൽ ഇവർക്ക് അതിന്റെ രണ്ടാം ഗഡുവായ തുക അനുവദിച്ചിട്ടില്ല എന്നുള്ള പരാതിയുമായിട്ട് ഈ കുടുംബം എത്തിക്കുന്നത്. ഈ പഠനമുറിയൊക്കെ നമുക്കറിയാം വളരെ സാധാരണക്കാരായ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി പാസ്സാകുന്ന പദ്ധതിയാണ്. അതിൽ